ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ തമ്മിൽ കണ്ടപ്പോൾ തന്നെ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും കാര്യം ഞാൻ പറയാം. നമ്മുടെ സിസ്റ്ററിൻ്റെ മാരേജും കാര്യങ്ങളെല്ലാം ആവാനായി. അപ്പോൾ ആളുടെ ഇൻവിറ്റേഷൻ കാർഡൊക്കെ നമുക്ക് കിട്ടി. ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇൻവിറ്റേഷൻ കാർഡും ഡിസൈനും കാര്യങ്ങളൊക്കെ. അപ്പോൾ പയ്യൻ്റെ വീട്ടിൽ നിന്ന് ഇൻവിറ്റേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻവിറ്റേഷൻ കൊണ്ടുവന്നു 1 വീക്കായി കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഞാൻ അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. സിസ്റ്ററിൻ്റെ ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്സ് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതേ ഈ ഒരു ഇൻവിറ്റേഷൻ കാർഡാണ് സിസ്റ്ററിൻ്റെ ഇൻവിറ്റേഷൻ കാർഡ്. ഇതായിരുന്നു. ഒത്തിരി പേര് കണ്ടു, നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒപ്പീനിയനൊക്കെ പറഞ്ഞു. ഇത് കൊടുത്തു തുടങ്ങി കേട്ടോ. ഇൻവിറ്റേഷൻ കാർഡൊക്കെ കൊടുത്തു തുടങ്ങി. ഏകദേശം റിലേറ്റീവ്സിനൊക്കെ കൊടുത്ത് കഴിഞ്ഞു. ഇനി കുറച്ച് പേര് മാത്രമേ ബാലൻസ് ഉള്ളൂ. നമ്മുടെ ഈ നൈബേഴ്സ് അങ്ങനെ കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളൂ. അപ്പോൾ കണ്ടവരെല്ലാവരും നല്ല ഒപ്പീനിയൻ ആയിരുന്നു ഗൈസ്. ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സൈസും, ഈ സൈസാണ് ഗൈസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത്. എനിക്കും ഭയങ്കര ഇഷ്ടമായി. സൈസ് ഭയങ്കര നല്ല രസമുണ്ട്, ഭയങ്കര ക്യൂട്ടായിട്ട്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു സൈഡിൽ വൺ സൈഡിൽ വന്നിട്ട് ഇംഗ്ലീഷിലും മറ്റൊരു സൈഡിൽ മലയാളത്തിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഇങ്ങനൊരു ഇത് ആക്ച്വലി ഈ ഫോട്ടോ വെക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ മൊത്തത്തിലൊരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ. ഫോട്ടോ വേണം. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഇൻവിറ്റേഷൻ കാർഡിൽ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇൻവിറ്റേഷൻ കാർഡിൽ എന്തെങ്കിലും ഫോട്ടോ വെച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോൾ സിസ്റ്റർക്കാണെങ്കിൽ ഫോട്ടോ വെക്കുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനാണെങ്കിൽ വെച്ചു എന്ന്. അപ്പോൾ പിന്നെ രണ്ടും ശരി എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനൊരു ബ്ലറി. ഫോട്ടോ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ഒരു ബ്ലറാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. ഒരു ബ്ലറി ഇമേജ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലറായിട്ട് ഫേസ് ക്ലിയർ ആയിട്ട് കാണുന്നുമില്ല, എന്നാൽ ഫോട്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഫോട്ടോ ഉണ്ട്. അങ്ങനത്തെ ഒരു ഡിസൈനാണ് നമ്മൾ കൊടുത്തത് കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ക്യൂട്ട് ആൻഡ് സ്വീറ്റ് എന്ന് പറയില്ല, അതുപോലെ ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ടൊരു കാർഡായിരുന്നു. ഇതാണ് നമ്മുടെ സിസ്റ്ററിൻ്റെ ഇൻവിറ്റേഷൻ കാർഡ്. ഇതെല്ലാവരും ഓൾമോസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാർഡായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പേഴ്സണലി. നല്ല അടിപൊളി കാർഡായിരുന്നു. ഇനി പയ്യൻ്റെ കാർഡ് കേട്ടോ. പയ്യൻ്റെ കാർഡ് ഇതാണ് ഗൈസ് നമ്മുടെ പയ്യൻ്റെ കാർഡ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാർഡിനേക്കാളും എനിക്ക് ഇഷ്ടമായത് പയ്യൻ്റെ കാർഡാണ് കേട്ടോ. പിന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഏസ്തെറ്റിക്, ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുണ്ട്. ഇത് ഫുൾ കസ്റ്റമൈസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അത് ഓരോന്നും നമ്മൾ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ എൻ്റെ റോളൊന്നുമില്ല കേട്ടോ. ഇതിൽ സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്ററിൻ്റെ ഒരു ഒപ്പീനിയനും പിന്നെ അങ്കിളുടെ മോൻ അവനാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവൻ്റെ സെലക്ഷനാണ് ഇതിൽ ഒരു 90% കേട്ടോ. ഇങ്ങനെ ഫുൾ കസ്റ്റമൈസ് ചെയ്ത് ഇവിടെ ഇത് വേണം, ഇവിടെ ഇത് വേണം, ഈ കളറിൽ മതി, അങ്ങനത്തെ ഒരു ഫുൾ കസ്റ്റമൈസ് ചെയ്തൊരു ഡിസൈനാണ് കേട്ടോ. ഇത് നല്ലൊരു അടിപൊളി. ഇതിൻ്റെ ഉള്ളിൽ നല്ല രസമുണ്ട് ഗൈസ്. ഫ്രണ്ടിൽ കാണുമ്പോൾ ഇങ്ങനെയാണെന്ന് നമുക്ക് തോന്നുകയില്ല. ഇതിനകത്ത് ഒരു നല്ലൊരു അടിപൊളി ഒരു എന്താ പറയുക, ഒരു ഏസ്തെറ്റിക്, അങ്ങനെ വേണമെങ്കിൽ പറയാം, ഒരു ഏസ്തെറ്റിക് മൂഡ് ഇൻവിറ്റേഷൻ കാർഡിന് ഭയങ്കര ഇഷ്ടമായി ഗൈസ്. ഇതിൽ മലയാളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഫുള്ളി മലയാളമായിട്ട് കളറും ഈ ഒരു കളർ സെൻസും ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നിന്നും ഓരോ ഇൻവിറ്റേഷൻ്റെ മോഡലും പിൻട്രസ്റ്റിൽ നിന്നും ഒക്കെ ഇമേജസ് ഒക്കെ എടുത്തിട്ട് ഇതെല്ലാം ഒരു ഫുള്ള് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ. നല്ലൊരു അടിപൊളി കാർഡ്. പിന്നെ എന്തൊരു കോയിൻസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാർഡിൻ്റെയും പുറകിൽ ഇവിടെ ഒരു QR കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൊക്കേഷൻ, നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് QR സ്കാനറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കാർഡിൻ്റെയും ഒരു കോയിൻസിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടിലും വരുന്നത് സെയിം പിക്കാണ് ഗൈസ്. രണ്ടുപേരും സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് രണ്ടും ഒരേപോലെ, രണ്ടും ഒരു ബ്ലറി ആയിട്ടുള്ള ഇമേജാണ്. ഇത് സൈസിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്, ഇത് മോഡലിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. എനിക്ക് കമ്പാരിറ്റീവ്ലി സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈസ് കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അവയുടെ കാർഡാണ് കേട്ടോ. ഭയങ്കര നല്ലൊരു ഏസ്തെറ്റിക് വൈബിളൊരു കാർഡ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര ഒത്തിരി ഇഷ്ടമായി. നല്ല രസമുണ്ട് കേട്ടോ കാർഡ്. അപ്പം ഞാൻ ഇത് കൂടെ ഒന്ന് കാണിച്ചു തരാൻ നിങ്ങൾക്കെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ കാർഡൊക്കെ കാണിക്കുമ്പോൾ ഞങ്ങളുടെ ഇൻവിറ്റേഷൻ കാർഡ് എന്തുകൊണ്ട് കാണിച്ചുകൂടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതും കൂടെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഗൈസ്. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ഇൻവിറ്റേഷൻ കാർഡ്. പിന്നെ ഫ്രണ്ട് പേജായിട്ട് ഈ ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യേണ്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. നമ്മളുടെ ഇൻവിറ്റേഷൻ കാർഡിൽ ഇവനെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണമെന്ന്. നമ്മളുടെ റോയൽ എൻഫീൽഡ്. ബിക്കോസ് ഏട്ടൻ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ 1 മന്ത് ലീവിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം കറക്കുമായിരിക്കും. ഇവനാണ് ഗൈസ് നമ്മളെ നാട് മൊത്തം കറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇൻവിറ്റേഷൻ കാർഡിൽ ഇവനും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നൊരു ഫോട്ടോ വേണം ഫ്രണ്ടിൽ കൊടുക്കുക എന്നുള്ളൊരു ആ ഒരു തോട്ടിലാണ് ഞങ്ങൾ ഈ ഫോട്ടോ തന്നെ ഫ്രണ്ടിൽ കൊടുത്തത് കേട്ടോ. ഇങ്ങനെയാണ് ഇത് ഇൻവിറ്റേഷൻ കാർഡ് വരുന്നത്. ഇത് ഗ്രീൻ പറയുന്നത് ഏട്ടൻ്റെ ഫേവറേറ്റ് കളറാണ്. അപ്പോൾ ആ ഒരു തീം വെച്ചിട്ടാണ് നമ്മൾ
ഗ്രീൻ. ഇത് ഞാൻ നമ്മുടെ വീട്ടിൽ ചെയ്തതാണ് കേട്ടോ ഗൈസ്. ഏട്ടൻ്റെ വീട്ടിൽ ചെയ്ത കാർഡ് ഏട്ടൻ്റെ വീട്ടിലാണ്. അത് ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം കാണിച്ചതാണെന്ന് വെച്ചിട്ട്. ഇവിടെ ദേ ഒരു ഹാർട്ട് ഉണ്ട്, ഒരു ചെറിയൊരു ഹാർട്ട് ഉണ്ട്, NR എന്ന് വെച്ചിട്ട്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ ശ്രദ്ധിച്ചോ ഗൈസ്, ഈ കുങ്കുമവും ചന്ദനമൊക്കെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാരേജിൻ്റെ ദിവസം നമ്മൾ പൂജിക്കാൻ കൊടുത്ത കാർഡാണ് ഇത്. അതിപ്പോഴും അത് ഞാൻ കളയാതെ അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് ഗൈസ്. ചന്ദനവും കുങ്കുമൊക്കെ ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ അതിൽ. ഇതേ ഭയങ്കര ഒരു ഇമോഷണൽ ടച്ച്. പിന്നെ ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഇപ്പോഴും ഇതിനകത്ത് ഇപ്പോഴും അത് പൂജിച്ച പ്രസാദവും ആ പൂവൊക്കെ നമ്മൾ കളയാതെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ കാർഡുകളുണ്ട്, ഞാൻ ഇത് തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഇതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇതേ അന്ന് പൂജിക്കപ്പോൾ ആ പ്രസാദവും ആ പൂക്കളും എല്ലാം അതിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വൺ സൈഡ് ഇതേ മലയാളത്തിലും ഒരു സൈഡ് ഇംഗ്ലീഷിലും ഇങ്ങനെയുണ്ട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാലോ. ഇതിൻ്റെ ബാക്കും ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ ഗൈസ്. ഇതേ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഗൈസ് നിങ്ങൾ ഈ ഇൻവിറ്റേഷൻ കാർഡിലെ ഡേറ്റ് ശ്രദ്ധിച്ചായിരുന്നു? November 17, 2019. അതായത് ഇനി ജസ്റ്റ് 3 ഡേയ്സേ ഉള്ളൂ നമ്മളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക്, അതായത് 6th വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗൈസ്. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി 6 years കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്, കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ എന്തൊരു ചെറിയ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ വർഷവും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാനും ഏട്ടനും ഒരുമിച്ചുണ്ടാവാറുണ്ട്. ലാസ്റ്റ് ടൈം നമ്മൾ സാഞ്ചിയിൽ പോയിട്ടാണ് വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തത്. ലാസ്റ്റ് ടൈം സാഞ്ചിയിലൊക്കെ പോയി ഒരു റോഡ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തു. നല്ല അടിപൊളിയായിട്ടായിരുന്നു നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇത്തവണ ഏട്ടൻ എന്തായാലും മാരേജിൻ്റെ ഒരു 1 week മുൻപേ എത്തുള്ളൂ, സിസ്റ്ററിൻ്റെ മാരേജിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ആളുണ്ടാവില്ല, തനിച്ച് സെലിബ്രേറ്റ് ചെയ്യും. മേരൂട്ടിനെ ഞാനും കൂടെ മാത്രം, ഞങ്ങൾ രണ്ടാളും കൂടെ തനിച്ച് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഫസ്റ്റ് ടൈമായിട്ടാണ് ഗൈസ് ഏട്ടനില്ലാതെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്. പിന്നെ കാര്യമില്ല, എന്തായാലും കുറച്ച് വിഷമങ്ങളൊക്കെ നമ്മൾ സഹിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് ഗൈസ്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് സെയിം മന്തിലാണ് വരുന്നത്. എൻ്റെ November 17, സിസ്റ്ററിൻ്റെ November 30. രണ്ടുപേരും നവംബറിലാണ്. അതൊരു കോഇൻസിഡൻസ് ഒന്നും അല്ല, ഞങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെയാണ് കേട്ടോ. നവംബറിൽ ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നവംബറിൽ തന്നെ വെച്ചേക്കാം. അപ്പോൾ രണ്ടുപേരുടെ ആനിവേഴ്സറി മന്ത് സെയിം ആയിട്ട് വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എൻഗേജ്മെൻറ്റും അതുപോലെ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. കാരണം എൻ്റെ March 17, സിസ്റ്ററിന് വന്നിട്ട് April 12th ആണെന്ന് തോന്നുന്നു, 12th. പക്ഷേ ഞങ്ങൾ മാർച്ചിൽ തന്നെ ഡേറ്റ് കിട്ടുമെന്നൊക്കെ നോക്കിയതായിരുന്നു. March 17 തന്നെ സെയിം ഡേറ്റിൽ തന്നെ കിട്ടുമെന്നൊക്കെ നോക്കിയതായിരുന്നു, പക്ഷെ അത് കിട്ടിയില്ല. പക്ഷെ എന്നാലും ജസ്റ്റ് 1 month ഡിഫറൻസ്. മാരേജിന് സെയിം മന്ത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വൃശ്ചിക മാസമാണ് ഗൈസ് ഞങ്ങളുടെ രണ്ടുപേരും മാരേജ് വരുന്നത്. അപ്പോൾ അതും ഒരു ഹാപ്പിയാണ് ഞങ്ങൾക്ക്. ആ ഒരു ഹാപ്പിനെസ്സോടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.